നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 1:48 മിഥുനൻ രാശിയിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം ബലവാനായതിനാൽ ദോഷഫലങ്ങൾക്ക് കുറവും ഗുണഫലങ്ങൾക്ക് വർധനവും ഉണ്ടാകുന്നതായിരിക്കും. വ്യാഴം സന്താനകാരകനും ധനകാരകനുമാണ്. സ്വർണം, ധനസമ്പാദനം, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, ദയ, ദാമ്പത്യസുഖം, സാത്വികത, സദ്ഗതി, വിദ്യ, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖസൗഭാഗ്യാദികൾ എന്നിവയുടെയെല്ലാം കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. ആയതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉണർവും ഈ രാശിമാറ്റം വിവാഹം, ഭാഗ്യം, ആരോഗ്യം, സന്താനം, ജോലി, ബിസിനസ്സിലെ ഉയർച്ച, കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ പുരോഗതി എന്നിവയെ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കും. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ രാശിമാറ്റത്തോടുകൂടി മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ ഇനി പറയുവാൻ പോകുന്ന ഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തോടുകൂടി നിങ്ങളുടെ വരുമാനത്തിൽ വർധനവും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പിതാവുമായിട്ടുള്ള ബന്ധം ശക്തമായിരിക്കും. ദാമ്പത്യ ബന്ധങ്ങളിലെ അകൽച്ച ഇല്ലാതാവുകയും പരസ്പര ഐക്യം മെച്ചപ്പെടുകയും ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം കാണപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ ദൃഢമാവുകയും ചെയ്യും. ദീർഘദൂരയാത്രകൾ ചെയ്യുവാൻ ഇടവരുന്നതായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാഹചര്യവും വന്നുചേരുന്നതായിരിക്കും. ഗുരുക്കന്മാരെ കാണുവാനും അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാനും സാഹചര്യങ്ങൾ വന്നുചേരുന്നതായിരിക്കും. ആരോഗ്യം അത്ര തൃപ്തികരം അല്ലാത്തതിനാൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴത്തിൻ്റെ ശുഭസ്വാധീനം ഇടവക്കൂറുകാർക്ക് ഉള്ളതിനാൽ നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു. ആയതിനാൽ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. പല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മ മേഖലയിൽ സംഭവിക്കുന്നതായിരിക്കും. അതുകൂടാതെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർത്തിയാകുന്നതിനുള്ള യോഗവും കാണുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഈ രാശിമാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്നതായിരിക്കും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതായിരിക്കും. വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു. ജൂൺ മാസത്തിന് ശേഷം ഒരു വിദേശയാത്രയ്ക്ക് പോകുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും വർദ്ധിക്കുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം ലഭിക്കുകയും അതിലൂടെ ബന്ധത്തിന് ദൃഢത കൈവരികയും ചെയ്യും. ഇടവക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.